ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവലിൻ്റെ 13ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോവൽ തുടർച്ച. ബ്രഹ്മമന്ത്രം. ആവശ്യത്തിന് കാറ്റും കിട്ടും. ഫാൻ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. യാത്രാക്ഷീണമുണ്ടായിരുന്നത് കാരണം ശേഖരൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കിളിവാതിലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. ക്രമേണ അതിൽ ഏതോ കാട്ടുപൂക്കളുടെ ഗന്ധം കലർന്നു, ഒപ്പം പാലപ്പൂവിൻ്റെയും. ആ ഗന്ധങ്ങൾക്ക് കട്ടികൂടിയപ്പോൾ ശേഖരൻ ഞെട്ടി ഉണർന്നു. അത് എന്തിൻ്റെ ഗന്ധമാണെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. മത്തുപിടിപ്പിക്കുന്നതാണ് അതെന്ന് മാത്രം അറിഞ്ഞു. ഇത്രയും ഗന്ധം വരത്ത കച്ചടികളൊന്നും തറവാട്ടുമുറ്റത്ത് പൂത്തു നിൽപ്പില്ലല്ലോ. ശേഖരന് അസ്വസ്ഥത തോന്നിത്തുടങ്ങി. പെടുന്നനെ ഒരു സീൽക്കാരം കേട്ട് അയാൾ അവ്യക്തമായ വിലാപത്തോടെ ചാടി എഴുന്നേറ്റു. തറയിൽ കാൽ കുത്താൻ ഭാവിച്ച ശേഖരൻ അയ്യോ എന്നൊരു നിലവിളിയോടെ കാലുകൾ പിൻവലിച്ചു. ഇരുളിൽ കടുകുമണിയോളം വലിപ്പമുള്ള 2 ചുവന്ന കണ്ണുകൾ അയാൾ കണ്ടു. തറയിൽ നിന്നും 1.5 അടി ഉയരത്തിൽ നിൽക്കുകയായിരുന്നു ആ കണ്ണുകൾ. അവയുടെ ചലനത്തിൽ നിന്നും ആ ശിരസ് ആടുകയാണെന്ന് അയാൾ അറിഞ്ഞു. പാമ്പ് ഉറക്കെ നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ നാവ് അനങ്ങുന്നില്ല. ചാടി എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിലും ശരീരം വഴങ്ങുന്നില്ല. ക്ഷണത്തിൽ അയാൾ വിയർത്തു. പെട്ടെന്ന് മറ്റൊരു കാഴ്ച അയാളെ നടുക്കി. പാമ്പിൻ്റെ ഉച്ചിയിൽ മെഴുകുതിരി നാളം പോലെ ഒരു വെളിച്ചം. ആ വെളിച്ചത്തിന് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ നിറമായിരുന്നു. നൂൽ പോലെ ആ വെളിച്ചം ഉയരുകയാണ്. മുകളിലേക്ക് വരുംതോറും അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. 1.5 ആൾ ഉയരത്തിൽ വെളിച്ചം എത്തിക്കാണും. അതിൽ നിന്നും വെളിച്ചത്തിൻ്റെ 2 കൈകൾ പുറത്തേക്ക് നീണ്ടു. വല്ലവിധേനയും കട്ടിലിന് പിന്നോട്ട് നിരങ്ങി മാറുകയായിരുന്നു ശേഖരൻ. വെളിച്ചത്തിന് മുകളിൽ അതേ നിറത്തിലുള്ള ഒരു തലയും തലമുടിയും തെളിഞ്ഞു. ആ വെള്ളിത്തലമുടി സർപ്പങ്ങളെപ്പോലെ ഇളകി. ആ രൂപം വായി തുറന്നപ്പോൾ വെള്ള നാവ് പുറത്തേക്ക് നീണ്ടു. ഐസ് പോലുള്ള കണ്ണുകൾ. എന്നാൽ ഒരു മാത്രയ്ക്കുള്ളിൽ ആ കണ്ണുകൾ പഴുത്ത ലോഹം പോലെ ചുവന്നു തിളങ്ങി. വെള്ളനാവിന് നടുവിലൂടെ കൊഴുത്ത ചോര ഒഴുകി വന്നു. ഒരലർച്ചയോടെ ശേഖരൻ കുഴഞ്ഞു വീണു. തറവാട്ടിലുണ്ടായിരുന്നവർക്കൊക്കെ ആ ശബ്ദം കേട്ട് പിടഞ്ഞെഴുന്നേറ്റു. എന്നാൽ പിന്നീട് അങ്ങനെയൊന്നും കേൾക്കാതിരുന്നതിനാലും ഏത് ദിക്കിൽ നിന്നാണ് ആ ശബ്ദം ഉയർന്നതെന്ന് മനസ്സിലാക്കാതിരുന്നതിനാലും അവർ കാതോർത്തിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആരും മുറിവിട്ട് പുറത്തിറങ്ങിയില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആ മുറിയിലേക്ക് വന്ന ശേഖരൻ്റെ ഭാര്യ ഒരലർച്ചയോടെ അവിടെ തന്നെ വീണു. ശേഖരൻ്റെ ഭാര്യയുടെ അലർച്ച കേട്ടപ്പോൾ തലേന്ന് രാത്രിയിലത്തെ അലർച്ചയാണ് ആ തറവാട്ടിൽ ബാക്കിയുണ്ടായിരുന്നവർക്ക് ഓർമ്മ വന്നത്. അവർ അലർച്ച കേട്ട ദിക്കിലേക്ക് ഓടി വന്നു. ശേഖരൻ്റെ 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും മക്കളും. അവർ ചെല്ലുമ്പോൾ വാതിക്കൽ ബോധശൂന്യായി കിടക്കുകയായിരുന്നു ദാക്ഷായണി. അമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്നറിയാതെ സഹദേവനും സഹൃദയനും പരസ്പരം നോക്കി. അപ്പോഴാണ് അകത്തേക്ക് നോക്കി സഹൃദയൻ്റെ ഭാര്യ നിലവിളിച്ചത്. അതുകണ്ടോ? അയ്യോ! മുറിയിലേക്ക് നോക്കി സഹൃദയനും സഹദേവനും നടുങ്ങി, വിറച്ചുപോയി. അങ്ങനെയൊരു കാഴ്ചയായിരുന്നു അവിടെ. മുറിയിലെ സകല സാധനങ്ങളും ചിതറിക്കിടക്കുന്നു. അതിനിടയിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളും. ശരീരത്തിലെ ഓരോ അവയവവും ഓരോ സ്ഥലത്ത്. ഒരു ചെടിയിലെ ശിഖരങ്ങൾ വലിച്ചെറിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ. തങ്ങളുടെ അച്ഛൻ്റെ ശരീരഭാഗങ്ങളാണിതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഉടലിൽ നിന്നും പിരിച്ചെടുത്ത് കളഞ്ഞതുപോലെ കിടക്കുന്ന ശിരസ് കണ്ടപ്പോൾ മാത്രമാണ് അവർക്കത് ബോധ്യമായത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഒരല്പം പോലും ചോര ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു തുള്ളി ചോര പോലും. ആരാണ് ഇങ്ങനെ ചെയ്തത്? അസാമാന്യം ശക്തിയുള്ളവർക്ക് പോലും ഒരു ശരീരത്തെ ഇങ്ങനെയാക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ കൂടിയായ സഹൃദയന് തോന്നി. അമ്മയെ അവിടെ നിന്നും മാറ്റി മുഖത്ത് വെള്ളം തെളിക്കാൻ തിടുക്കത്തിൽ നിർദ്ദേശിച്ച് സഹൃദയൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാനായി പോയി. 1 മണിക്കൂറിനുള്ളിൽ പോലീസ് എത്തിച്ചേർന്നു. സകലർക്കും അമ്പരപ്പായിരുന്നു. ഇത്തരം ഒരു കൊലപാതകം പോലീസ് ജീവിതത്തിൽ ആദ്യം കാണുകയായിരുന്നു. വിവരമറിഞ്ഞ് ചെറുകുന്നത്ത് തറവാട്ടിൽ നിന്നും ഒരു കാറിൽ എല്ലാവരും എത്തി. വിഷ്ണുവിന് മാത്രമേ കൊലയാളിയുടെ രൂപം തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. എങ്കിലും അതവൻ ആരോടും പറഞ്ഞില്ല. പോലീസിനോടും. ഇത് ചെയ്തത് യക്ഷിയാണെന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്ന് അവനറിയാം. തറവാട്ടിലുള്ളവരോട് പറഞ്ഞാൽ അവരുടെ പേടി കൂട്ടാമെന്നേ ഉള്ളൂ. ഏതായാലും ഇത് തനിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി തന്നെ അവൻ കണക്കാക്കി.
ശവസംസ്കാരം വൈകിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് തന്നെ നടന്നു. വിവരം കേട്ടറിഞ്ഞ നാട്ടുകാർ മുഴുവൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. കൂട്ടത്തിൽ വിഷ്ണു തന്നെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെയും കണ്ടു. എന്താ വിഷ്ണു, നീ പഠിത്തം നിർത്തിയോ? മലയാളം അധ്യാപകൻ ആശാരി സർ തിരക്കി. എന്തായാലും ഈ വർഷം ഇനി നടക്കുമെന്ന് തോന്നില്ല മാഷേ. ഭാഗ്യമുണ്ടെങ്കിൽ 10ാം സ്റ്റാൻഡേർഡിൻ്റെ പരീക്ഷ അടുത്ത വർഷം പ്രൈവറ്റായി എഴുതണം. എന്താ നിനക്ക് പറ്റിയത്? അച്ഛൻ്റെ തറവാട്ടിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ. ഒക്കെ തീർക്കേണ്ടത് ഇപ്പോൾ എൻ്റെ മാത്രം ജോലിയാണ്. അവൻ്റെ ആ വാചകം മാഷിന് പിടികിട്ടിയില്ല. എങ്കിലും അദ്ദേഹം പിന്നെ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ബാക്കിയുള്ള അധ്യാപകർക്കും പഠിത്തത്തെക്കുറിച്ച് മാത്രമേ അവനോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. ഒരു വിധേയന അവൻ മറുപടി പറഞ്ഞൊഴിഞ്ഞു. 5 മണിയോടടുത്ത് ശേഖരൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വിഷ്ണുവിന് ആ കൃത്യം നിർവഹിക്കേണ്ടി വന്നു. പറ്റില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? നാട്ടാരെല്ലാം കേൾക്കുകയാണ് ഡോക്ടർ സഹൃദയൻ അവനോട് പറഞ്ഞത്. അച്ഛന് ഞങ്ങളെക്കാളൊക്കെ പ്രിയപ്പെട്ടവൻ വിഷ്ണുവായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തിട്ടെ. പറ്റില്ലമ്മാവ എന്ന് പറയാൻ പലവരും നാവ് ചലിച്ചതാണ്. കഴിഞ്ഞില്ല. ചിതയ്ക്ക് തീ കൊളുത്തിയാലും ഇല്ലെങ്കിലും തനിക്കിനി കുറച്ച് ദിവസത്തേക്ക് പുലയാണ്. പൂജാമുറിയിൽ കയറാനോ പൂജകൾ ചെയ്യാനോ കഴിയില്ല. അതുമാത്രമായിരുന്നു അവൻ്റെ ദുഃഖവും. അത്രയും ദിവസത്തിനുള്ളിൽ യക്ഷി എന്തൊക്കെ കാട്ടിക്കൂട്ടും. അങ്ങകലെ ഗുഹയിലിരുന്ന് ബ്രഹ്മദത്തൻ പുഞ്ചിരിച്ചു. സന്ദർഭം താൻ മുന്നിൽ കണ്ടിരുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഹാമാന്ത്രികൻ എന്ന നാട്ടിലറിയപ്പെടുന്ന ഇത്തിരി പോന്ന ചെക്കൻ താനിപ്പോൾ കുടുക്കിലാക്കിയിരിക്കുകയാണ്. അവനൊന്നുമല്ലെന്ന് ജനം അറിയണം. ചെറുകുന്നത്ത് തറവാട്ടിലെ മാന്ത്രിക പാരമ്പര്യം അവസാനിച്ചെന്നവർ മനസ്സിലാക്കണം. തനിക്കൊന്നിനും ആവില്ലല്ലോ എന്ന നിസ്സഹായത വിഷ്ണുവിനുണ്ടാവണം. ചെറുകുന്നത്ത് തറവാട്ടിലുള്ളവരോട് തൻ്റെ പ്രതികാരം വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശാന്തമായിരുന്നു അപ്പോൾ ബ്രഹ്മദത്തൻ്റെ മുഖം. ആരാവണം അടുത്ത ഇര? താടയിൽ പതിയെ തടവിക്കൊണ്ട് അയാൾ ധൃതി കൂട്ടാതെ ചിന്തിച്ചു തുടങ്ങി. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. വിഷ്ണു മുത്തച്ഛൻ്റെ തറവാട്ടിൽ നിന്നും മടങ്ങി വന്നില്ല. മറ്റുള്ളവർ ശവദാഹം നടന്നു കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ചു പോന്നിരുന്നു. തൻ്റെ അസുഖം ഭേദമായ അന്നു മുതൽ ക്ഷേത്രത്തിനപ്പുറത്തുള്ള ഗ്രാമീണ വായനശാലയിലും ക്ലബ്ബിലുമൊക്കെ പോകുമായിരുന്നു ജയകൃഷ്ണൻ. സന്ധ്യയ്ക്ക് മുൻപേ അവിടെ എത്തുന്ന അവൻ കുറച്ചുനേരം പത്രം വായനയും അതിനുശേഷം ക്യാരംസോ ചെസ്സോ ഒക്കെ കളിച്ചിട്ട് ഏതാണ്ട് 8 മണിയോടെയാണ് വീട്ടിലേക്ക് മടങ്ങുക. വാസ്തവത്തിൽ തറവാട്ടിലെ മനം മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അവൻ അല്പം മോചനം കിട്ടുന്നത് തന്നെ ഈ സമയത്തായിരുന്നു. ഇനി ജോലിക്ക് പോകുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഇവിടെ നിന്നൊന്നും വിട്ടു നിൽക്കണമെന്ന് വിചാരിച്ചാൽ പേരിൽ കേസുള്ളതിനാൽ അത് നടക്കില്ല. ഒരു ചങ്ങലയിൽ പൂട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവൻ. ഏയ്, എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? ഇത് ക്യാരംസാ, ചെസ്സല്ല. എതിർ ടീമിലെ ഒരാൾ പറഞ്ഞപ്പോൾ ജയകൃഷ്ണൻ ചിന്തയിൽ നിന്നുണർന്നത്. താൻ ബോർഡിൽ സ്ട്രൈക്കർ വെച്ച് അതിൽ വിരൽ ചേർത്ത് വെറുതെ ഇരിക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് അവൻ അറിഞ്ഞത്. സോറി. അവൻ സ്ട്രൈക്കർ കൊണ്ട് സെൻറ്ററിലിരുന്ന റെഡ് കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു. കൊള്ളാം. കണ്ടു നിന്നവർ പ്രോത്സാഹിപ്പിച്ചു. ജയേട്ടാ, ദേ റിവേഴ്സ് അടിച്ച് ആ വൈറ്റ് കൂടി ഫിനിഷ് ചെയ്യും. അവൻ തൻ്റെ വലതുഭാഗത്ത് ബോർഡിൽ പോക്കറ്റിനോട് ചേർന്നിരുന്ന വെള്ളയിൽ കോയിൻ കൂടി റിവേഴ്സ് അടിച്ച് ഫിനിഷ് ചെയ്തു. വീണ്ടും ഒരു റൗണ്ട് കൂടി കളിച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത്. അപ്പോൾ സമയം 8:15. ഇനി മടങ്ങിയേക്കാം. നാളെ കാണാമെന്ന് പറഞ്ഞ് ചെറിയൊരു ടോർച്ച് മിന്നിച്ച് അവൻ ഇറങ്ങി. പൂജയുടെ മരണശേഷം കാര്യമായ സ്ത്രീവിചാരമൊന്നും ഉണ്ടായിരുന്നില്ല ജയകൃഷ്ണന്. എങ്കിലും ക്ലബിൽ വരവ് തുടങ്ങിയപ്പോൾ മുതൽ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ഇടവഴിയറമ്പിലുള്ള ഒരു വീട്ടിലെ സ്ത്രീയുമായി നേരിയ അടുപ്പം പോലെ. ഗ്രാമത്തിലെ കറവക്കാരൻ്റെ ഭാര്യയാണവൾ. 35 വയസ്സുണ്ടെങ്കിലും കണ്ടാൽ 25-ൽ കൂടുതൽ പറയില്ല. കുട്ടികളൊന്നുമില്ല അവൾക്ക്. പേര് തങ്കമണി. ഒരു 15-കാരൻ ചെറുക്കൻ്റേത് പോലെയുള്ള മീശയും കൃതാവും ഒക്കെയുള്ളവളാണ് തങ്കമണി. കൈത്തണ്ടയിലും കാലുകളിലും നീണ്ട രോമങ്ങൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ തങ്കമണിയെ ആർക്കും ഒരു ഇംഗിതം തോന്നിപ്പോവും. കരൾ വരെ കൊത്തിവലിക്കുന്ന കണ്ണുകളാണ്. നനഞ്ഞ ചുണ്ടുകളാണ്. കൊഴുത്ത ശരീരമാണ്. വെളുത്ത നിറമാണ്. നീണ്ട മുടിയാണ്. നിറഞ്ഞ മാറിടങ്ങളും ഒതുങ്ങി അല്പം വിരിഞ്ഞ അരക്കെട്ടുകളുമാണ്. കാമത്തിൻ്റെ കൂരമ്പുകൾ ഒളിച്ചു വച്ചിരിക്കുന്ന ആവനാഴിയാണവൾ. ഒരിക്കൽ ജയകൃഷ്ണൻ ഇടവഴിയെ വരുമ്പോൾ ഉടുത്തിരുന്ന ലുങ്കിയുടെ മുൻഭാഗം മുകളിലേക്ക് കുറച്ച് പിടിച്ചുകുത്തി കുനിഞ്ഞു നിന്ന് വേലിക്കരികിലെ പുല്ലറക്കുകയായിരുന്നു തങ്കമണി. മാറിടങ്ങൾ ഒട്ടുമുക്കാലും ബ്ലൗസിന് മീതെ കൂടി പുറത്തേക്ക് ചാടിയ നിലയിൽ.
അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയ ജയകൃഷ്ണൻ്റെ കാലുകളുടെ വേഗത കുറഞ്ഞുപോയി. പാദപതന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ തങ്കമണി കണ്ടത് ആർത്തിയോടെ തന്നെ നോക്കുന്ന ജയകൃഷ്ണനെയാണ്. ജയൻകുഞ്ഞ് പെണ്ണുങ്ങളെ കാണുന്നത് ആദ്യമായാണോ? മുഖത്ത് നോക്കി അവളങ്ങനെ ചോദിച്ചപ്പോൾ അവൻ വിളറിപ്പോയി. ഞാൻ പരുങ്ങണ്ട, ഞാനീ കാര്യം ആരോടും പറയത്തില്ല. അവളൊന്ന് കണ്ണിറക്കി. പരിചയം തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ മിക്കവാറും അവൻ വരുന്ന നേരങ്ങളിൽ അവൾ വേലിക്കരികിൽ കാണും. ഇന്നും കണ്ടിരുന്നു. ക്ലബിൽ പോരുന്ന നേരത്ത് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, എന്താ തങ്കമണി ചേച്ചിയെ വിശേഷങ്ങൾ? അവളൊരു ദീർഘനിശ്വാസം വിട്ടു. നമുക്കെന്തോന്നു വിശേഷങ്ങൾ? ഇങ്ങനെ ഇരിക്കുന്നു, വിളിക്കുന്നു. ചേട്ടൻ എന്തിയേ? ഓ, അങ്ങേരുടെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. കറക്കാനെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങും, ഉച്ചയ്ക്ക് വരും, പിന്നൊന്നിറങ്ങി വെച്ച് വീണ്ടും ഇറങ്ങും. മൂക്കുമൂട്ട കള്ളും കെട്ടിയേച്ച് പാതിരാത്രിയിൽ എപ്പോഴെങ്കിലും വരും. പറയുമ്പോൾ ആ കണ്ണുകൾ തന്നെ മാടി വിളിക്കുകയാണെന്ന് ജയകൃഷ്ണന് തോന്നിയിരുന്നു. ഇടവഴിയിലൂടെ ടോർച്ച് മിന്നിച്ച് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ജയകൃഷ്ണൻ്റെ ഈ സംഭാഷണങ്ങളെല്ലാം ഓർത്തു. തങ്കമണിയുടെ വീടിൻ്റെ പടിക്കലെത്തി. കടലാവണക്കിൽ പത്തലും മോലയും കൊണ്ടുണ്ടാക്കിയ വേലിയാണ്. മുറ്റത്തേക്ക് കയറുന്ന ഭാഗത്ത് ഇടവഴിയിൽ അവൻ നിന്നു. തിണ്ണയിൽ ഒരു വിളക്കരിയുന്നതും അതിനരികിൽ തങ്കമണി ഒരു സൗന്ദര്യപ്രതിമ പോലെ ഇരിക്കുന്നതും അവൻ കണ്ടു. കറവക്കാരൻ ഭർത്താവ് വരണമെങ്കിൽ ഇനിയും ഒത്തിരി നേരം കഴിയണം. ജയകൃഷ്ണൻ ഇടവഴിയുടെ രണ്ട് ഭാഗത്തേക്ക് നോക്കി. ഒരിടത്തു നിന്നും ആരും വരുന്ന ലക്ഷണമില്ല. തങ്കമണിയുടെ അടുത്തേക്കൊന്ന് കയറിയാലോ? പെട്ടെന്നുണ്ടായ തോന്നലാണ് ഇടവഴിയിൽ. പക്ഷേ ചിന്തിച്ചങ്ങനെ നിന്നുകൂടാ, അതും ഒരു വീടിൻ്റെ മുൻപിൽ. അവസാനം ആരും കാണില്ലെന്ന് ഉറപ്പിന്മേൽ ജയകൃഷ്ണൻ തങ്കമണിയുടെ മുറ്റത്തുള്ള കൊച്ചുപടികൾ കയറി തുടങ്ങി. എന്നാൽ ആരും കാണില്ലെന്നുള്ള വെറും വിചാരം മാത്രമായിരുന്നു. ചില കണ്ണുകൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അധ്യായം 26. വീട്ടുജോലികളൊക്കെ തീർത്ത് കുളിച്ച് നനച്ചുണക്കി വെച്ചിരുന്ന കള്ളിമുണ്ടും ബ്ലൗസും ധരിച്ച് ബ്ലൗസിന് മീതെ ഒരു തുവർത്തും കുറുകിയിട്ട് ഇത്തിരി പൗഡറും ഒരു വലിയ സിന്ദൂര പൊട്ടുമിട്ട് ആ ആഴ്ചയിലെ ഒരു വാരിക വായിക്കുകയായിരുന്നു തങ്കമണി. അവളുടെ പതിവാണിത്. എന്തൊക്കെയാണെങ്കിലും വൈകിട്ട് കുളി കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്നൊരു വായന. 1-2 വാരികകൾ അവൾ വരുത്തുന്നുണ്ട്. അല്ലാത്തത് അടുത്ത വീടുകളിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടുവന്നിട്ടായാലും വാങ്ങിക്കും. ആ ഭാഗത്ത് ടെലിവിഷനുള്ളത് 1-2 വീടുകളിലാണ്. അവിടെ പോയിരുന്ന് TV കാണാൻ തങ്കമണി മെനക്കെടാറില്ല. 1-2 ദിവസമൊക്കെ വീട്ടുകാർ സമ്മതിച്ചിരിക്കും. പിന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് അവർക്കതത്ര ഇഷ്ടമാകില്ലെന്ന് തങ്കമണിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൾ പോകാത്തത്. തൻ്റെ പാദവദന ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് ജയകൃഷ്ണൻ അവളുടെ മുറ്റത്തെത്തിയത്. അവന് സ്വന്തം ഹൃദയടിപ്പ് കേൾക്കാമായിരുന്നു. മുറ്റത്തെത്തിയപ്പോൾ തങ്കമണി എന്നൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷെ നാവ് വേണ്ട വിധത്തിൽ അനങ്ങുന്നില്ല. ഉമിനീര് വറ്റിപ്പോയ പ്രതീതി. എങ്കിലും ഒരു വിധത്തിൽ അവനൊന്ന് മുരടനക്കി. ആരാ? തങ്കമണി ഞെട്ടിപ്പിടഞ്ഞ് ചാടി എഴുന്നേറ്റു. അതിൻ്റെ അവൾ തൻ്റെ തുടയോളം ഉയർത്തി വെച്ചിരുന്ന ലുങ്കി നീക്കിയിടുകയും കയ്യിൽ മണ്ണെണ്ണ വിളക്കെടുക്കുകയും ചെയ്തിരുന്നു. വിളക്ക് തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ച് അവൾ ഒരു വട്ടം കൂടി തിരക്കി. ആരാന്നാ ചോദിച്ചത്? ഞാനാ. ജയകൃഷ്ണൻ വെളിച്ചത്തിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. ആഹാ, ജയക്കുഞ്ഞായിരുന്നു. ഞാൻ ആകെ പേടിച്ചുപോയി. ആട്ടെ, എന്താ കുഞ്ഞെ ഈ രാത്രിയിൽ? അവൾ ഞെട്ടി ചൊളിച്ചു. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. എന്തിനാ? കുടിക്കാൻ. എന്നാലിങ്ങോട്ട് കയറിയിരിക്കി. അവൾ സ്റ്റൂൾ നീക്കിയിട്ടു. അല്ല, ആരെങ്കിലും കണ്ടാൽ? തിണ്ണയിലേക്ക് കയറുന്നതിനിടയിൽ അവൻ പ്രവർത്തു. അതിനെന്താ കുഞ്ഞെ, കുടിക്കുന്നത് വെള്ളമല്ലേ, മറ്റൊന്നുമല്ലല്ലോ. അവൻ്റെ മുഖത്തെ വിളർച്ച അവൾ കാണുന്നുണ്ടായിരുന്നു. പരുങ്ങലും. അത് എന്തിൻ്റേതാണെന്ന് അവൾക്കറിയാമായിരുന്നു. തങ്കമണി അകത്തുപോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു. ഒറ്റ വലിക്ക് അത് മുഴുവൻ തീർത്തിട്ട് അവൻ പാത്രം കൊടുത്തു. ഇനിയും വെള്ളം വേണോ? ചിരി ഉള്ളിലൊതുക്കി അവൾ തിരക്കി. വേണ്ട, എന്നാൽ ജയകുഞ്ഞ് പോകുമല്ലേ? അത് എനിക്കൊരു വീണ്ടും തങ്കമണി നെറ്റി ചൊളിച്ചു. എന്താ കുഞ്ഞെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അല്ല, ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ആരേലും എന്നെ കണ്ടാലോ? കണ്ടാലെന്താ? ഒന്നുമില്ല. എന്നാലും വാസ്തവത്തിൽ ഇങ്ങോട്ട് കയറേണ്ടിയിരുന്നില്ല എന്ന് ജയകൃഷ്ണന് തോന്നി തുടങ്ങിയിരിക്കുന്നു. വന്ന നിലയ്ക്ക് ഇത്രയുമൊക്കെ പറഞ്ഞ നിലയ്ക്ക് മുഴുവൻ പുറയാതെ പോകുന്നതെങ്ങനെ? എന്താ കുഞ്ഞെ മിണ്ടാതെ? ഞാൻ പറയുന്നത് മറ്റാരോടെങ്കിലും പറയുമോ? ആദ്യമായിട്ടൊരു പെൺകുട്ടിയുടെ അരികിലെത്തുന്ന ആൺകുട്ടിയുടെ ഭാവമായിരുന്നു അപ്പോൾ അവന്. ആ ഭാവങ്ങൾ അവൾക്ക് നന്നായി രസിക്കുന്നുണ്ടായിരുന്നു താനും. ഇല്ല, അവൾ ഉറപ്പ് കൊടുത്തു. എനിക്ക് ഒരു തവണ തങ്കമണി ഒന്ന് സമ്മതിക്കണം. അവൻ പറഞ്ഞൊപ്പിച്ചു.
തങ്കമണിയുടെ ചുണ്ടിൽ ഊറിക്കൂടിയ ചിരി മറിഞ്ഞെങ്കിലും ആ ശബ്ദത്തിന് മാറ്റമുണ്ടായിരുന്നു. ജയൻകുഞ്ഞെ, നമ്മൾ പലതും സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ. അതൊക്കെ ഒരു രസത്തിനാണ്. അതൊക്കെ അവിടം കൊണ്ട് തന്നെ തീരണമെന്നതാ ഈ തങ്കമണിയുടെ ആഗ്രഹം. ഒന്നിനും കൊള്ളാത്തവനാണേലും എനിക്കൊരു ഭർത്താവുണ്ട് കുഞ്ഞെ. അങ്ങനെ ഇന്ന് വരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. ഞാൻ മറ്റൊരുത്തിൻ്റെ കൂടെ കിടക്കുന്നെന്ന് നാട്ടുകാരും പറയത്തില്ല. പിന്നെ പറയുന്നത് ഇത്രയും കാണും: തങ്കമണി നെഞ്ചും കാലും കാണിച്ച് തുണിയെടുക്കത്തുള്ളൂ എന്ന്. അതുകൊണ്ട് ജയൻകുഞ്ഞ് ഇതങ്ങ് മറന്നേര്. എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനും അങ്ങനെ കരുതൂ. പക്ഷെ ഞാനങ്ങനെ കരുതിപ്പോയി തങ്കച്ചേച്ചി. എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് ചേച്ചിയെ പറിച്ചറിയാനും കഴിയത്തില്ല. ഒറ്റത്തവണ ചേച്ചി സമ്മതിക്കണം. അവൻ കൊഞ്ചാൻ തുടങ്ങി. തങ്കമണി വിഷമവൃത്തത്തിലായി. ഇല്ല കുഞ്ഞെ, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ സമ്മതിക്കത്തില്ല. അതോടെ ജയകൃഷ്ണന് ധൈര്യം വന്നു തുടങ്ങി. എങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവുക. ആര് വേണേലും വന്ന് കണ്ടോട്ടെ. ചേച്ചി എന്നെ വിളിച്ചു കയറ്റിയതാണെന്നേ ഞാൻ പറയൂ. തങ്കമണി ഞെട്ടിപ്പോയി. തൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണെന്ന് അവൾ അറിഞ്ഞു. കുഞ്ഞെ, ദയവ് ചെയ്ത് പോ. അങ്ങേര് ഏതു നേരത്തും വരാം. ഞാൻ നിൻ്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എൻ്റെ കാലിലൊന്നും പിടിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. എന്നാൽ ഞാൻ പോകത്തൂല. ഞാൻ നിലവിളിച്ച് ആളെ കൂട്ട്. അവരും വരട്ടെ. എനിക്ക് അവരോടും ചിലത് പറയാനുണ്ട്. തങ്കമണി നിസ്സഹായായി തൂണും ചാരി നിന്നു. ജയകൃഷ്ണനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് അവൾക്ക് യാതൊരു രൂപവും കിട്ടിയില്ല. കുഞ്ഞെ, ഈ തിണ്ണേന്നൊന്ന് ഇറങ്ങിപ്പോ. വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ കാണും കുഞ്ഞൂടെ ഇരിക്കുന്നത്. ആഹാ, എങ്കിൽതാ ആ മുറ്റത്ത് ഇരുട്ടിലേക്ക് ഇറങ്ങി നിൽക്കാം ഞാൻ. പക്ഷേ ഒരു കാര്യം, ചേച്ചി എൻ്റെ അടുത്ത് വരാതെ പോവില്ല ഞാൻ. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം കുറച്ചു മാത്രം വന്നെത്തുന്ന ഒരു തെങ്ങിൻ ചുവട്ടിലേക്ക് മാറി നിന്നു. അവൻ ആ മുറ്റത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട കണ്ണുകൾ അപ്പോഴും ഓരോ ചലനവും വീക്ഷിക്കുകയായിരുന്നു. ജയകൃഷ്ണൻ തിണ്ണയിൽ നിന്നും ഇറങ്ങിപ്പോന്നെങ്കിലും അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന ചിന്ത തങ്കമണിയെ കൂടുതൽ അസ്വസ്ഥതയാക്കുമായിരുന്നു. അവനെവിടെ ഇങ്ങനെ പമ്മിക്കൂടി നിൽക്കുന്നത് കണ്ടാൽ മതിയല്ലോ നാളെ ആളുകൾക്കൊരു കഥയുണ്ടാക്കാൻ. ചിലപ്പോൾ സ്റ്റൂളിലിരിക്കും, അല്ലാത്തപ്പോൾ എഴുന്നേറ്റ് തിണ്ണയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതായിരുന്നു തങ്കമണിയുടെ അവസ്ഥ. ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ അവൾക്ക് കഴിയുന്നില്ല. ഭർത്താവിനെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലെന്നുള്ളത് നേര് തന്നെ. എന്നുവെച്ച് ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ? ഒന്നും രണ്ടുമല്ല, 10 വർഷങ്ങൾ. പലരും കൊതിമൂത്ത് തൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ഒരുത്തനും അടിമപ്പെട്ടിട്ടില്ല താൻ. ഏതായാലും ജയകൃഷ്ണനെ മടക്കി അയച്ചേ പറ്റൂ. അവൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. വിളക്ക് സ്റ്റൂളിനരികിൽ അരമതിലിലേക്ക് നീക്കിവെച്ച് അവൾ മുറ്റത്തേക്കിറങ്ങി. തെങ്ങിൽ ചാരി കൗതുകത്തോടെ നിൽക്കുകയായിരുന്നു ജയകൃഷ്ണൻ. തങ്കമണിയുടെ തിളയ്ക്കുന്ന അവയവങ്ങൾ ഒരാവേശമായി അവനിൽ പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരെങ്കിലും തന്നെ കണ്ടാൽ തന്നെ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ മടങ്ങുന്ന പ്രശ്നമേ ഇല്ലെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ പരിസരത്തെങ്ങും വേറെ ആരുമില്ലെന്ന് തീർച്ചപ്പെടുത്തി തങ്കമണി ജയകൃഷ്ണൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ പൊന്നു ജയൻ കുഞ്ഞല്ലേ, ദയവേത് മടങ്ങിപ്പോ. എന്നെ നാണം കെടുത്തല്ലേ. പണമില്ലെങ്കിലും മറ്റു സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഈ പാവം പിടിച്ചവളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അഭിമാനം മാത്രമേ ഉള്ളൂ ഈ ഉള്ളവൾക്ക്. അതുകൂടി നശിപ്പിക്കല്ലേ. കാലിൽ വീണിട്ടെന്ന വണ്ണം യാചിക്കുകയായിരുന്നു അവൾ. എന്നാൽ ജയകൃഷ്ണനിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തങ്കമണി ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി കൊതിച്ചുപോയി. ഒറ്റ തവണത്തേക്ക് മാത്രം. പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് വരില്ല. ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയത്തുമില്ല. അവൻ അവളുടെ കൈ പിടിച്ച് സത്യം ചെയ്തു. ആ കൈക്ക് വല്ലാത്ത ചൂടുള്ളതായും അത് വിറകൊള്ളുന്നതായും അവൻ അറിഞ്ഞു. അവളുടെ മാരടങ്ങൾ വല്ലാതെ ഉയർന്നു താഴുന്നതും മങ്ങിയ ഇരുട്ടിനും അവന് വ്യക്തമായി കാണാമായിരുന്നു. അടുത്ത വീട്ടിലെ പട്ടിയൊന്ന് കുരച്ചു. അത് കേട്ട് തങ്കമണി വല്ലാതെ നടുങ്ങി. പോകുഞ്ഞേ, പട്ടി കുരയ്ക്കുന്നത് കേട്ട് ആരെങ്കിലും ടോർച്ചടിച്ച് നോക്കിയാൽ? നോക്കട്ടെ, എല്ലാവരും കാണട്ടെ. ഈ പറഞ്ഞത്രയും നേരം പോരായിരുന്നു കാര്യം നടത്താൻ. എന്നിട്ട് ഞാൻ ഉടനെ പോകുമായിരുന്നില്ലേ? അവൻ അവളുടെ തലയിൽ കൈയമർത്തി. ചേച്ചിയാണ് സത്യം. ഇനി ഈ ആവശ്യമായി ഞാനിങ്ങോട്ട് വരത്തില്ല. എന്തു വേണമെന്നറിയാതെ തങ്കമണി പകച്ചു നിന്നു. അവൻ അവളുടെ കാതുകളിലും പിൻകഴുത്തിലും അരുമയോടെ തലോടി. തങ്കമണി ഒന്ന് പൊളഞ്ഞു. എങ്കിലും ആ കൈകൾ അവൾ എടുത്തു മാറ്റിയില്ല. അവൻ്റെ കൈകൾ താഴേക്ക് മാറി.
തങ്കമണിയുടെ നെഞ്ചിലെ തുവർത്ത് ഒരു വശത്തേക്ക് നീങ്ങി. അവൻ്റെ കൈകൾ വേണ്ട കുഞ്ഞെ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല. വേണ്ടാന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ശരീരം അനുസരിക്കാത്തൊരവസ്ഥ പോലെ അവൻ അവളെ തന്നിലേക്ക് അല്പം കൂടി ചേർത്ത് നിർത്തി. കുഞ്ഞെ, തങ്കമണിയൊന്ന് തേങ്ങി. പുരുഷസ്പർശമേറ്റിട്ട് ഒത്തിരി കാലമായിരുന്ന അവൾക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആവേശത്തോടെ അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകടത്തി മുറുകെ പിടിച്ചു. ജയകൃഷ്ണൻ തങ്കമണിയെ തെങ്ങിലേക്ക് ചാരി നിർത്തി. ടോർച്ച് എപ്പോഴോ തറയിൽ വെച്ചിരുന്നു. ജയകൃഷ്ണൻ അവളെ തെങ്ങിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി. അവളൊരു വള്ളിയായി അവനിൽ ചുറ്റി വിരിഞ്ഞമർന്ന് മുറുകി. എല്ലാം കണ്ടുകൊണ്ട് ആ രണ്ട് കണ്ണുകൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പച്ചമ്മ നിറമായിരുന്ന അതിന് ക്രമേണ നിറം മാറി ചുവപ്പ് രാശി പടർന്നു. പിന്നെ തീക്കനൽ പോലെ ചുവന്നു തിളങ്ങി. ഏറെക്കാലമായി അടക്കി നിർത്തിയിരുന്ന തങ്കമണിയുടെ വികാരം അണപൊട്ടി ഒഴുകുകയായിരുന്നു. ജയകൃഷ്ണൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് തൃപ്തി പോരെന്ന് തോന്നിയപ്പോൾ അവനെ വലിച്ചുകൊണ്ട് അവൾ തറയിലേക്ക് വീണു. പിന്നെ അവന് മീതെ ഒരു കൊടുങ്കാറ്റായി അവൾ പറന്നു വീണു. താണ്ഡവ നൃത്തം ചവിട്ടി. അവസാനം ആവേശത്തിൻ്റെ തിരമാലകൾ തീരത്ത് തല്ലിയമർന്നു. അങ്ങനെ കിടക്കുമ്പോൾ ജയകൃഷ്ണൻ തിരക്കി, ഇനി ഞാൻ വന്നോട്ടെ? വേണ്ടെന്ന് പറയാൻ അവൾക്കായില്ല. നീട്ടിയൊന്ന് മൂളി. ഇരുളിൽ തിളങ്ങുന്ന ചുവന്ന കണ്ണുകൾ പെടുന്നതിന് മറഞ്ഞു. പിന്നെ അത് തെളിഞ്ഞത് അങ്ങകലെ ബ്രഹ്മദത്തൻ്റെ ഗുഹയിലാണ്. ജയകൃഷ്ണനെ രഹസ്യമായി നിരീക്ഷിക്കാൻ ബ്രഹ്മദത്തൻ ഏർപ്പെടുത്തിയിരുന്ന ഒരു മൂർത്തിയായിരുന്നത്. മൂർത്തി എല്ലാ കാര്യങ്ങളും ബ്രഹ്മദത്തനോട് പറഞ്ഞു. അപ്പോൾ ആ കണ്ണുകളിലെ തിളക്കം ബ്രഹ്മദത്തിലേക്ക് പടർന്നു. മതി, അയാൾ ചിരിച്ചു. പുല അവസാനിച്ച് വിഷ്ണു പൂജാകർമ്മങ്ങൾ പുനരാരംഭിക്കും മുമ്പ് അങ്ങോട്ടിട്ട് കൊടുക്കാനുള്ളത് ജയകൃഷ്ണൻ്റെ ശവമാണ്. അതിനു മുമ്പ് താൻ വിഷ്ണുവിനെയും ഗ്രാമീണർക്ക് മുന്നിൽ പരിഹാസനാക്കും. അതിനുള്ള മാർഗവും ബ്രഹ്മദത്തൻ്റെ മനസ്സിൽ തെളിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ മുത്തച്ഛൻ്റെ തറവാട്ടിൽ താമസിച്ച ശേഷം വിഷ്ണു ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങി. അപ്പോൾ കൊച്ചച്ഛൻ സഹദേവൻ തിരക്കി, ഇനി ആ നശിച്ച തറവാട്ടിലേക്ക് പോകണുണ്ടോ വിഷ്ണു? നിനക്കിനി ആരാ അവിടെ ഉള്ളത്? ഇനിയിപ്പോൾ അവരെക്കാൾ ഉറച്ച ബന്ധമുള്ളവർ ഞങ്ങൾ മാത്രമല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ ചിരിയൂറി. കൊച്ചച്ച, ആ തറവാടും ഈ തറവാടും ഇപ്പോൾ എനിക്കൊരുപോലെയാണ്. അതുകൊണ്ട് കുറച്ചു കാലം കൂടി എനിക്കവിടെ കഴിയേണ്ടി വരും, പ്രത്യേകിച്ച് യക്ഷിയെ പിടികൂടും വരെയെങ്കിലും. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടെന്നും ശബ്ദത്തിലും വ്യത്യാസമുണ്ടെന്നും സഹദേവൻ അറിഞ്ഞു. അടുത്ത ദിവസം തന്നെ അവൻ ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. മാധുരി മുത്തശ്ശിക്ക് ചെറുമകൻ്റെ വരവ് ഏറെ ആശ്വാസമായി. എന്നാ മോനെ ആ യക്ഷിയെ തളയ്ക്കുക? ആകാംക്ഷ അടക്കാനാവാതെ അവർ ചോദിച്ചു. തളയ്ക്കും, പക്ഷെ പുല കാരണം എനിക്കിപ്പോൾ പൂജാമുറിയിൽ കയറാൻ കഴിയില്ലല്ലോ. സാരമില്ല, എന്നാലും മോൻ ഇവിടെ ഉണ്ടെങ്കിൽ മുത്തശ്ശിക്ക് ആശ്വാസമായി. മോൻ്റെ മുത്തച്ഛനെ പോലെ മോനും ഒരു വലിയ മാന്ത്രികനാവണം. ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ഇവിടെ നിന്നും കടന്ന് മോൻ്റെ പ്രശസ്തി എല്ലായിടത്തും എത്തണം. വിഷ്ണു തലകുലുക്കി. എന്നാൽ ആ സംഭാഷണം അത്രയും ബ്രഹ്മദത്തൻ്റെ കാതുകളിൽ എത്തിയിരുന്നു. പ്രശസ്തിയല്ല, ചരമവാർത്തയാണ് എല്ലായിടത്തും എത്തിക്കുന്നത്, ബ്രഹ്മദത്തനുള്ളിൽ പറഞ്ഞു. ഒപ്പം ഒരു കാട്ടുവള്ളി നടുവേ കയറി ജലപാതത്തിലേക്ക് എറിഞ്ഞു. അനുബന്ധമായ ഒരു മന്ത്രവും ചൊല്ലി. ജലപാതത്തിനുള്ളിൽ വീണ് കാട്ടുവള്ളികൾ പെടുന്നനെ ജലത്തിന് മീതെ ഉയർന്നു വന്നു. പിന്നെ അവയ്ക്ക് ജീവനുള്ളതുപോലെ ചാട്ടുള്ളിയുടെ വേഗത്തിൽ താഴേക്ക് ഒഴുകുവാൻ തുടങ്ങി. ഇടവഴികളും കൈവഴികളും ഏറെയുള്ള വലിയൊരു തോടായിരുന്നു അതെങ്കിലും ആ വള്ളിക്കീറുകൾ രണ്ടും ഓരോ ഭാഗത്തുകൂടി പോയിക്കൊണ്ടിരുന്നു. അവസാനം ആ വള്ളികൾ ചെറുകുന്നത്ത് തറവാടിന് മുന്നിലുള്ള പാടത്തിലെ ഓരത്തുകൂടി ഒഴുകുന്ന തോട്ടിലെത്തി. പെട്ടെന്നവ പുൽത്തട്ടിൽ ഒരു കരക്കെടുത്തു. അടുത്ത നിമിഷം കാട്ടുവള്ളികളുടെ രൂപം മാറുകയും അവയ്ക്ക് നീളമേറുകയും ചെയ്തു. രണ്ട് കരിമൂർഖന്മാർ. അവ ഉഗ്രമായെന്ന് ചീറ്റിയപ്പോൾ വിഷം ചിതറിത്തെറിച്ചു. ഫണമൊതുക്കിയ പാമ്പുകൾ കരയിലേക്ക് ഇഴഞ്ഞു കയറുകയായിരുന്നു. പിന്നെ ഗ്രാമത്തിലേക്ക് അവ പതുങ്ങി പതുങ്ങി നീങ്ങി. അയ്യോ പാമ്പ്! ഒരു വീടിൻ്റെ പുന്നാമ്പുറത്ത് നിലവിളിയുയർന്നു. ഒപ്പം 10-15 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി കൂടി വീടിൻ്റെ മുൻഭാഗത്തെത്തി. എന്തിനാടി കിടന്ന് കാറുന്നത്? പുറത്തേക്ക് വരുന്നതിനിടയിൽ അവളുടെ അമ്മ തിരക്കി. എന്നെ പാമ്പ് കടിച്ചമ്മേ, പെൺകുട്ടി നിലവിളിച്ചു. ചതിച്ചോ എൻ്റെ ഭഗവതി എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മയും ഓടി വന്നു. എവിടാടി കടിച്ചത്? പെൺകുട്ടി തിണ്ണയിലേക്ക് കാലുയർത്തി വെച്ചിട്ട് പാവാട മുകളിലേക്ക് നീക്കി. വെളുത്ത മനോഹരമായ കാൽവെണ്ണയിൽ സൂചി കുത്തിയതുപോലെ 2 പാടുകൾ. അവയിൽ പൊടിച്ചു നിൽക്കുന്ന രക്തം. എന്തു പാമ്പാണെന്ന് കണ്ടോ നീ? വലിയ കറുത്ത
മുഴുവൻ പറഞ്ഞില്ല അവൾ. അതിനു മുമ്പ് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലാണ്. അയ്യോ, എല്ലാവരും ഒന്ന് ഓടി വരണേ! അവൾ നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ മോളെ പാമ്പ് കടിച്ചേ! ആ നേരത്തെ ഗ്രാമത്തിൽ വേറെ ചിലയിടങ്ങളിൽ ഇത്തരം നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരേ നേരത്താണ് പാമ്പ് കടിയേറ്റ് സ്വഭാവമില്ലാത്ത 4 പേരെ വായനശാലയ്ക്കടുത്തേക്ക് കൊണ്ടുവന്നത്. ഇത്രയും പേരെ ഒന്നിച്ചെങ്ങനെ അവിടെ പാമ്പ് കടിക്കുന്നത് ആദ്യമായാണ്. എങ്ങോട്ട് കൊണ്ടുപോകണം? ശരീരത്തിന് നീല നിറമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നത്, ഒരാൾ അഭിപ്രായപ്പെട്ടു. നമുക്ക് ചെറുകുന്നത്തും തറവാട്ടിലേക്ക് കൊണ്ടുപോയാലോ? അവിടുത്തെ വിഷ്ണുനാരായണൻ തമ്പുരാനേക്കാളും വലിയ മാന്ത്രികനായിരിക്കില്ലേ? മറ്റൊരാൾ പറഞ്ഞു. അത് നേരാ, അത് മതി. ആ അഭിപ്രായം പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടു. അബോധാവസ്ഥയിലായ 4 പേരെയും ചുമന്ന് ആ ഗ്രാമത്തിലെ ഒട്ടുമുക്കാലും ആളുകൾ ഒരു ജാഥയായി ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് നീങ്ങി. ഉമ്മറത്ത് തൂണിൽ ചാരി പുറത്തേക്ക് നോക്കിയിരിക്കായിരുന്ന മാധുരിയുടെ കണ്ണിൽ ഈ കാഴ്ച കെട്ടു. പടിപ്പുര കടന്ന് ഒരുപാട് പേർ അകത്തേക്ക് വരുന്നു. അറിയാതെ അവൻ എഴുന്നേറ്റ് പോയി. മോനെ ജയകൃഷ്ണ, അനിരുദ്ധ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ. അവരുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ട മകനും മരുമകനും പെട്ടെന്ന് ഇറങ്ങി വന്നു. ആരെയൊക്കെയോ എടുത്തുകൊണ്ടുവരുന്നുണ്ടല്ലോ. ജയകൃഷ്ണൻ നെറ്റിളിച്ചു. എല്ലാവരുടെയും ഉദ്യോഗത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിഷം തീണ്ടിയ 4 പേരെയും ആളുകൾ മുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തി. എന്താ ഇതൊക്കെ? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ആരും ഇങ്ങനെ ആരെയും ഇവിടേക്ക് കൊണ്ടുവരാറില്ലല്ലോ. അതിനാലാണ് മാധുരി അങ്ങനെ ചോദിച്ചു. അത് രക്ഷിക്കണം തമ്പുരാട്ടി, ഒരു സ്ത്രീ നെഞ്ചത്തടിച്ച് വിലപിച്ചു. വിഷം തീണ്ടിയ ഇവരെ രക്ഷിക്കണം. അതിനിപ്പോൾ ഇവിടെ? മാധുരി പൂർത്തിയാക്കും മുമ്പ് ജനങ്ങൾക്കിടയിൽ നിന്നും ശബ്ദം വന്നു. വിഷ്ണു കുഞ്ഞില്ലേ ഇവിടെ? ഷെടാ, അത് നേരാണല്ലോ. മാധുരിയുടെ മുഖം വിടർന്നു. അവന് പേരെടുക്കാൻ പറ്റിയ അവസരമാണിത്. മാധുരി ധൃതിയിൽ അകത്തേക്ക് നടക്കാൻ ഭാവിച്ചവൾ മുറ്റത്തൊരു ബഹളങ്ങൾ കേട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നു വിഷ്ണു. മോനെ, വിഷമേറ്റ് കിടക്കുന്നവരെ അവരെ നീ രക്ഷിക്കണം. മറ്റാശ്രയമില്ലാതെ അവരിങ്ങോട്ട് വന്നിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ മുഖത്തൊരു നിമിഷം ആഹ്ലാദമുണ്ടായെങ്കിലും പെട്ടെന്ന് അത് കെട്ടടങ്ങി. കാരണം തനിക്കിപ്പോൾ പൂജാമുറിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ഇരിക്കുന്ന അമൂല്യ ഗ്രന്ഥങ്ങളിൽ ഒന്നിലാണ് വിഷചികിത്സയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. താൻ അതൊന്ന് ഓടിച്ചു നോക്കി എന്നല്ലാതെ ഹൃദ്യസ്ഥമാക്കിയിട്ടില്ല. മുറിയിൽ കയറാനാകുമായിരുന്നെങ്കിൽ വളരെ വേഗം അത് നേടിയെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തു വേണം? അവൻ്റെ മനസ്സിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. താൻ ഇന്ന് മുറിയിൽ കയറിയാൽ തൻ്റെ മാന്ത്രിക ഭാവിയെ തന്നെ അത് ബാധിക്കും. ആ ഗ്രന്ഥം എടുത്ത് വിഷചികിത്സ നടത്താതിരുന്നാൽ താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ജനം വിശ്വസിക്കും. എന്താ മോനെ നീ ചിന്തിച്ചു നിൽക്കുന്നത്? മാധുരി അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. പക്ഷെ മൂന്നാമതൊരാളോട് പറയാൻ പാടില്ലല്ലോ തൻ്റെ മനസ്സിലുള്ള രഹസ്യം. പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അത് മുത്തശ്ശിക്ക് മനസ്സിലായാൽ. വിഷ്ണുക്കുഞ്ഞെ, ഞങ്ങളെ കൈവിടല്ലേ? ആളുകൾ പിന്നെയും വിളിച്ചു പറയുകയാണ്. അവൻ കുഴങ്ങി. ചെല്ലുകുട്ടാ, നിന്റെ മുത്തശ്ശനുണ്ടായിരുന്ന കാലത്ത് ഈ തറവാട്ടിൽ വന്ന് യാചിച്ചിട്ടുള്ളവരാരും നിരാശയോടെ മടങ്ങിപ്പോയിരുന്നില്ല. മാധുരിയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അറിയാതെ വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ 2 നീർമുത്തുകൾ തിളങ്ങി. ഈശ്വരന്മാരെ, ഇതെന്ത് പരീക്ഷണമാണ്! ജയകൃഷ്ണനും അനിരുദ്ധനും അവനോട് പറഞ്ഞു. അവരുടെ കരച്ചിൽ കണ്ടില്ല മോനെ, ചെല്ല്, അവരെ രക്ഷിക്ക്. മുറ്റത്തു നിൽക്കുന്നവർ ഒന്നടക്കം പറയുകയാണ്. വിഷ്ണുക്കുഞ്ഞെ, ഇനി ഞങ്ങൾ മറ്റെവിടെ പോയാലും ഇവരെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. കൈവിടരുത്, രക്ഷിക്കണം. വിഷ്ണുവിന് കാതുകൾ പൊത്തണമെന്ന് തോന്നി. കഴിഞ്ഞില്ല. അങ്ങകലെ ഗുഹയിൽ വിഷ്ണുവിൻ്റെ ഓരോ ഭാവവും തൻ്റെ മനക്കണ്ണുകളിൽ കാണുകയായിരുന്നു ബ്രഹ്മദത്തൻ. അവൻ പൂജാമുറിയിൽ കയറുമോ അതോ മുറ്റത്ത് അഭയം തേടി വന്നവരെ വെറും കൈയോടെ മടങ്ങി അയക്കുമോ? അതാണ് ബ്രഹ്മദത്തൻ ശ്രദ്ധിക്കുന്നത്. രണ്ടായാലും അത് സന്തോഷത്തിലേക്ക് കലാശിക്കൂ എന്ന് അയാൾക്കറിയാം. മടക്കി അയച്ചാൽ നാട്ടുകാർക്കിടയിൽ അവനും ചെറുകുന്നത്ത് തറവാടും എന്നും പരിഹാസ്യമാകും. പൂജാമുറിയിൽ കയറിയാൽ യാമിനിയെ ബന്ധിക്കാനുള്ള അവൻ്റെ കഴിവ് എന്നേക്കുമായി നഷ്ടമാകും. ഏതു വഴി അവൻ സ്വീകരിക്കുമെന്ന് മനക്കണ്ണുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ബ്രഹ്മദത്തൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വഴി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു വിഷ്ണു. ബ്രഹ്മദത്തിന് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഒരു വഴി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിലാണ് ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നാളെ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുമുട്ടും. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ശുഭദിനം.